നിങ്ങളുടെ കയ്യിൽ പിക്സൽ ഉണ്ട്, പക്ഷേ ഇടയ്ക്ക് തോന്നും ഐഫോണിലെ ഡൈനാമിക് ഐലൻഡ് ഒന്ന് കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ പുതിയൊരു ഉഡായ്പ പരിപാടി വന്നിട്ടുണ്ട്. ഉഡായ്പല്ല, ആക്ച്വലി ഒരു ഷോർട്ട് കട്ടാണ്, പുതിയ ആപ്പാണ് മെറ്റീരിയൽ ക്യാപ്സ്യൂൾ. സോ അത് ഞാൻ ഈ ഇടയ്ക്ക് ഒരു ആർട്ടിക്കിൾ കണ്ടിട്ട് അവിടെ നിന്ന് കണ്ടതാണ്. സോ ഞാൻ ഫോണിൽ ഡൗൺലോഡ് ചെയ്തൊന്ന് യൂസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് പിക്സലിൽ മാത്രമല്ല, ബാക്കി ഏത് ആൻഡ്രോയിഡ് ഫോൺസിലും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് മെയിൻലി പിക്സലിനാണ് ഇത് ആവശ്യം. ബാക്കി കുറേ ആൻഡ്രോയിഡ് ഫോൺസിൽ ഓൾറെഡി ഡൈനാമിക് ഐലൻഡ് പോലത്തെ ഫീച്ചേഴ്സ് ഉണ്ട്, എസ്പെഷ്യലി ചൈനീസ് ഫോൺസിൽ. സോ ഞാൻ ഫോണിൽ സ്ക്രീൻ റെക്കോർഡിംഗ് ചെയ്യുകയാണ്, അതിൽ കാണിച്ചു തരാം. അപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഇതാണ് ആപ്പ്, മെറ്റീരിയൽ ക്യാപ്സ്യൂൾ, ബേസിക്കലി ഡൈനാമിക് ഐലൻഡ്. ഫസ്റ്റ് ടൈം ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അവർ കുറേ പെർമിഷൻസും ആക്സസും ഒക്കെ ചോദിക്കും, അതൊക്കെ സെറ്റ് ചെയ്യണം. സോ ആപ്പിൽ കയറുമ്പോൾ ബേസിക്കലി 3 സ്ക്രീൻസ് ആണുള്ളത്. സെറ്റിങ്സിൽ ഇതിൽ നോക്കിയാൽ അറിയാം അൺലോക്ക് പ്രോ എന്ന് പറഞ്ഞിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് ഈ ആപ്പിൽ. പ്രോ എടുക്കണമെങ്കിൽ എനിക്കിവിടെ കാണിക്കുന്ന പ്രൈസ് ഇതാണ്. 2 monthsന് 99 cents, 6 മാസത്തേക്ക് $1.99, പിന്നെ ലൈഫ് ടൈമിന് $3.49 ഉള്ളൂ. സോ എന്തുകൊണ്ടും ലാഭം ലൈഫ് ടൈം എടുക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്, എങ്ങാനും എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ ബാക്കി ഇതിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പോർട്രേറ്റിലും ലാൻഡ്സ്കേപ്പിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പോർട്രേറ്റിൽ സെറ്റ് ചെയ്യുമ്പോഴും നമുക്കതിൻ്റെ സൈസും പൊസിഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. താങ്ക്ഫുള്ളി പിക്സലിൽ അവരുടെ ഫിറ്റിങ്സ് നൈസായിരുന്നു. പക്ഷേ ഞാൻ സാംസങ്ങിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് വർക്ക് അറൗണ്ട് ചെയ്യേണ്ടി വന്നു. അതിൻ്റെ സൈസും അതിൻ്റെ പൊസിഷനൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നായിരുന്നു. പിന്നെ ഇവിടെയാണ് കസ്റ്റമൈസേഷൻ. സോ ഇവിടെയാണ് ഇതിൻ്റെ മെയിൻ സംഭവങ്ങൾ. അപ്പോൾ നമുക്കിവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഫീച്ചേഴ്സ് എന്തൊക്കെ ഓൺ ചെയ്യാമെന്ന് കാണിക്കും. അതിൽ നോക്കി കഴിഞ്ഞാൽ താഴെ തന്നെ കാണിക്കുന്നുണ്ട്. ഫ്രീ വേർഷൻ ആയതുകൊണ്ട് 2 ഓപ്ഷനെ നമുക്ക് ഓൺ ആക്കിയിടാൻ പറ്റുള്ളൂ അറ്റ് എ ടൈം. സോ ഞാൻ ഓൺ ആക്കിയിട്ടേക്കുന്നത് വൈഫൈ കണക്ട് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷനും പിന്നെ ഒരു ഹെഡ്ഫോൺസ് കണക്ട് ചെയ്യുമ്പോഴത്തെ നോട്ടിഫിക്കേഷനുമാണ്. സോ നെക്സ്റ്റ് സെക്ഷൻ ഡൈനാമിക് കാർഡ്സ് ആണ്. അതും സിമിലർ സെറ്റപ്പാണ്. ഇതിൽ നമുക്ക് പ്ലെയർ കൺട്രോൾ ഉണ്ട്. സോ നമ്മുടെ മ്യൂസിക് പ്ലെയറും സംഭവങ്ങളൊക്കെ അതിനകത്ത് കാണിക്കും. ആൻഡ് ഓൾസോ പിന്നെ ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് ടൈമറും സ്റ്റോപ്പ് വാച്ചൊക്കെയാണ്. പിന്നെ മൂന്നാമത്തേത് ഡൈനാമിക് കാർഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷനാണ്. ഇതിൽ ഞാൻ ആദ്യം ഇട്ടേക്കുന്നത് വോളിയമാണ്. അതിൽ നമുക്ക് കുറേ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്, കളറും ഐക്കൺസും സംഭവങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ കുറച്ച് എക്സ്ട്രാ ആപ്സിൻ്റെ ഷോർട്ട് കട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് നൈസായിട്ട് കാണിച്ചു തരാം. നമ്മൾ പാട്ട് പ്ലേ ചെയ്യുന്നു. അപ്പോൾ സാധനം ഇവിടെ വന്നു, പ്രസ് ചെയ്താൽ അതിൻ്റെ പ്ലെയറെ കാണിക്കും. ആൻഡ് നമുക്കിവിടെ അതിൻ്റെ പ്രോഗ്രസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സ്വൈപ്പ് ചെയ്താൽ നമുക്ക് ബാക്കിയുള്ളത് കാണിക്കാൻ പറ്റും. സോ എൻ്റെ ഷോർട്ട് കട്ട്സ് ഇവിടെ കാണിക്കാം. അതിലുള്ളൊരു ചെറിയ പ്രശ്നം ഞാൻ നോട്ടീസ് ചെയ്തത് ഇൻഫിനിറ്റ് സ്ക്രോൾ അല്ല. നമ്മുടെ എല്ലാ ഓപ്ഷൻസും കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സ്റ്റക്ക് ആവും സംഭവം. സോ നെക്സ്റ്റ് ഞാനൊരു ടൈമറും കൂടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ടൈമർ അവിടെ കാണാം. സ്ക്രോൾ ചെയ്താൽ ബാക്കി കാണിക്കും. വൈഫൈയുടെ സംഭവം കാണിക്കണമെങ്കിൽ ടേൺ ഓൺ ചെയ്യുമ്പോൾ അവിടെ വൈഫൈയുടെ കാണിച്ചു. സോ അത്രയൊക്കെയാണ് എനിക്ക് ബേസിക് ആയിട്ട് കാണിക്കാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ബാക്കി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഓപ്ഷൻസ് എല്ലാം ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ആൻഡ് ഓൾസോ ഞാൻ പറഞ്ഞ പോലെ പ്രോ വേർഷൻ ആണെങ്കിലാണ് കുറേ ഓപ്ഷൻസ് ഉള്ളത്. അത് ഞാനും ഇതുവരെ പ്രോ എടുത്തിട്ടില്ല. കുറച്ച് 2-3 ഫംഗ്ഷൻസ് മതിയെങ്കിൽ യു ക്യാൻ ട്രൈ ഇറ്റ് ഔട്ട് വിത്ത് ഫ്രീ വേർഷൻ. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുക.